താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷ ഫലം 1200 ചിങ്ങം മുതൽ കർക്കിടകം വരെ. ഭൂമി, വാഹനം സ്വന്തമാക്കും, ഒപ്പം തൊഴിൽ. കൊല്ലവർഷം 1200. പൂരുരുട്ടാതി നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കാൻ നെട്ടോട്ടമോടുന്ന തിരക്കിലായിരിക്കും. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളിൽ വന്നു ചേരുന്നത്. ചിങ്ങമാസത്തിൽ ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമാകും. ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും. പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത്. പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ബന്ധുമിത്രാദികളോടൊപ്പം വീട് വിട്ട് ഓണം ആഘോഷിക്കും. കന്നിമാസത്തിൽ വിനയം, ക്ഷമ, ആദരം തുടങ്ങിയവയിലൂടെ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സുവ്യക്തവും സുദൃഢവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉൾപ്രേരണയുണ്ടാകും. അവിചാരിതമായ ചെലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടി വരും. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങളും സാമ്പത്തിക സഹായവും നൽകും. തുലാമാസത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാകും. പരിഹാസവചനങ്ങൾ കേൾക്കുവാൻ ഇടവരുമെങ്കിലും സാരാംശം മനസ്സിലാക്കി പ്രതികരിക്കുകയാണ് നല്ലത്. വാങ്ങിയ ഭൂമിക്ക് പ്രതീക്ഷിച്ചതിലുമുപരി ലാഭമുണ്ടാകയാൽ വിൽക്കാൻ ആലോചിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ തടസ്സങ്ങൾ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും. വൃശ്ചിക മാസത്തിൽ സംഘടിത ശ്രമങ്ങൾ വിജയിക്കും. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങും. ഔദ്യോഗികമായി ഒട്ടേറെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്രതീക്ഷിതമായി വിദേശ ഉദ്യോഗം നഷ്ടപ്പെടും. കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ താമസിപ്പിച്ച് വിദേശവാസം തുടരുവാനിടവരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം സാധ്യമാകും. ധനുമാസത്തിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ നിർബന്ധിതനാകും. വിദഗ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും. ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. വ്യത്യസ്ത ആശയങ്ങൾ വന്നു ചേരുമെങ്കിലും വിദഗ്ധ ഉപദേശം തേടുകയാണ് നല്ലത്. മകരമാസത്തിൽ അബദ്ധങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കുവാൻ മുൻകരുതലുകൾ എടുക്കും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നു ചേരും. അറിയാത്ത കാര്യങ്ങളിൽ ആധികാരികമായി പറയരുത്. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും. പുതിയ വീട് വാങ്ങുവാൻ ആലോചിക്കും. കുംഭമാസത്തിൽ വിദേശബന്ധമുള്ള വ്യാപാര വിതരണ മേഖല പുനരാരംഭിക്കും. സാഹിത്യരചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും. കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയസാധ്യത കുറയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത്. മീനമാസത്തിൽ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന ഭാഗ്യമുണ്ടാകും. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും. പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്ന് വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടും. ജീവിത നിലവാരം കൂടിയതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് വാങ്ങുവാൻ ആലോചിക്കും. മേടമാസത്തിൽ അനന്ത സാധ്യതകളോടുകൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകും. അസുഖങ്ങൾ ഉണ്ടോ എന്ന തോന്നലുകളാൽ വിദഗ്ധ പരിശോധന നടത്തും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ പ്രവൃത്തി പരിചയമുള്ളവരെ നിയമിക്കും. അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും. ഇടവമാസത്തിൽ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം വേണ്ടിവരും. മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും. നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും. സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടലുകളാൽ അപകീർത്തി ഒഴിവാകും. മിഥുനമാസത്തിൽ ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമുണ്ടാകും. ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. പ്രായത്തിലുപരി പക്വതയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും. കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിർബന്ധിതനാകും. വ്യാപാര വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദേശ വിപണന സാധ്യതകളെപ്പറ്റി വിലയിരുത്തും. മതമാത്സര്യ അഹങ്കാര ബുദ്ധികൾ ഒഴിവാക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും. ഉത്തരവാദിത്തമുള്ള പുത്രന്റെ സമീപനത്തിൽ ആശ്വാസം കണ്ടെത്തും. ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം മാത്രം ചെയ്യുക. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി.
താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.